എടേ ഈ സാധാരണക്കാർക്കൊന്നും ഈ നാട്ടിൽ നിന്ന് ഒരു നീതിയും കിട്ടില്ല. ഞാൻ ഈ കേരളത്തിലെ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ കോടതികളിൽ നിന്നും കിട്ടില്ല, നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ നമുക്ക് വേണം. രാഷ്ട്രീയ സ്വാധീനം നമുക്ക് ഏതെങ്കിലും MLA യോ MPയോ ഒക്കെ നമുക്ക് പരിചയമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അങ്ങനെ സംസാരിക്കാൻ വിളിച്ച് പറയാൻ പറ്റണം നമ്മുടെ പ്രശ്നങ്ങൾ. അല്ലാത്ത നമ്മൾ കേസും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ നമ്മളുടെ എതിർ പാർട്ടിയായ ഒരു കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെയോ അല്ലെങ്കിൽ വലിയൊരു ധനകാര്യ സ്ഥാപനത്തിനെതിരെയോ കേസിനൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. ആ ഒരു കോൺഫിഡൻസാണ് ഇവിടെ പല കമ്പനികളും, ഇപ്പോൾ പല ഫിനാൻഷ്യൽ കമ്പനികളും, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇപ്പോൾ ഈ കാർ ലോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഇത്രയും ഈ കൊറോണ വന്ന സാഹചര്യത്തിലും അവർ അതിൻ്റെ CC എമൗണ്ട്, EMI എമൗണ്ട് ചോദിച്ച് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ഫ്ലോപ്പ് തന്നെയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അവർക്ക് അനുകൂലമാണെന്ന് അവർക്കറിയാം. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക് ലീഫ് ഒപ്പിട്ട് മേടിച്ച് നമ്മളെ ആ ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ കൊറോണ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഞാനൊരു ഒരു വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. ഞാൻ പറയാം, എൻ്റെ കൊറോണയുടെ സമയത്ത് വരെയും എൻ്റെ CC 5cc ചോദിച്ച് എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തതാണ്. മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയാണ്, കഴുത്തറപ്പൻ കമ്പനിയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അവർ വഴി ലോൺ എടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കുറച്ചുകൂടെ മുൻനിര കമ്പനികളായ HDFC ICICI പോലത്തെ ബാങ്കുകളിൽ നിന്ന് ലോണ് കിട്ടാൻ പ്രശ്നം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സിബൽ എന്ന് പറയുന്ന ഒരു ദുഷിച്ച ഒരു പരിപാടി. സിബൽ ഇല്ലെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. എനിക്ക് എൻ്റെ ലോണ് അതിലാണ് മഹീന്ദ്രയിലേക്ക് പോയി. ഞാനൊരു മൊബൈൽ മേടിച്ച് ഹോം ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നായിരുന്നു. അവരുടെ ഒരു ലാസ്റ്റ് EMI അവിടുത്തെ എക്സിക്യൂട്ടീവ് അടക്കാതെ പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ സിബിൽ ഫസ്റ്റായിട്ട് ഡൗൺ ആയത്. പിന്നീട് ആ കമ്പനി അടച്ചു പോയെന്നാണ് പറയുന്നത്. ആ കമ്പനീനെ പറ്റി ഇപ്പോൾ വിവരമൊന്നുമില്ല. ആ എമൗണ്ട് ഇപ്പോഴും ഡ്യൂ ആയിട്ട് കിടക്കുകയാണ്. പിന്നീട് എനിക്ക് ഈ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ലോണ് കിട്ടില്ല, ഒരിടത്തു നിന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയായി. മനസ്സിലായില്ലേ? അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു കമ്പനികളിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഒരു തേർഡ് കാറ്റഗറി കമ്പനി, നോൺ ഫിനാൻഷ്യൽ കമ്പനികളിലേക്ക് വരുന്നത്. ശ്രീറാം ഫിനാൻസ്, അങ്ങനെയുള്ള കുറേ ഫിനാൻസുകളുണ്ട്. ദയവ് ചെയ്ത് ഇതിലൊന്നും പോയി ചാടരുത്. കാരണം നിയമം അവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നിയമം നമുക്ക് പാവപ്പെട്ടവർക്ക്